ഒരു 10 വർഷം മുമ്പ് വരെ എനിക്കോ നിങ്ങൾക്കോ ഇത്തരത്തിലുള്ള ഒരു ഏരിയൽ ഫുട്ടേജ് എടുക്കാൻ അത്ര എളുപ്പത്തിൽ സാധിക്കുമായിരുന്നില്ല. ഒന്നുകിൽ ഹെലികോപ്റ്റർ വേണം, അല്ലെങ്കിൽ ക്രെയിൻ വേണം, അല്ലെങ്കിൽ അന്നുള്ള ഏതെങ്കിലും ഒരു ഡ്രോണിൽ ക്യാമറ ഘടിപ്പിച്ചിട്ട് വിഷ്വൽസ് എടുക്കണം. അല്ലാതെ സാധാരണക്കാരൻ്റെ കയ്യിൽ ബാഗിൽ നിന്ന് എടുത്തൊരു ഡ്രോൺ കൊണ്ടുവന്ന് ഇതുപോലൊരു വിഷ്വൽ എടുക്കുക അസാധ്യമായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ കാര്യങ്ങൾ കലങ്ങി മറിഞ്ഞത് ഒരൊറ്റ ഡ്രോൺ കമ്പനി ലോകമാസകലം കൃത്യമായിട്ട് അവരുടെ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടുള്ള ഡ്രോണുകൾ എത്തിച്ചതോടുകൂടിയാണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 2017 ഓഗസ്റ്റ് 2 അമേരിക്കൻ സൈനിക ആസ്ഥാനമായ പെൻറ്റഗണിൻ്റെ ഉള്ളറകളിലൂടെ ഒരു റിപ്പോർട്ട് പരസ്പരം ചർച്ച ചെയ്യപ്പെട്ടു. ഒറ്റനോട്ടത്തിൽ നിസ്സാരമെന്ന് തോന്നാമെങ്കിലും ലോക ചരിത്രത്തെ തന്നെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒന്നായിരുന്നു അത്. അമേരിക്കൻ കരസേനയുടെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ തയ്യാറാക്കിയ ആ രേഖയുടെ തലക്കെട്ട് വളരെ വ്യക്തമാണ്. ഡാ ജിയാങ് ഇന്നവേഷൻസ് അഥവാ DJI എന്ന ആളില്ലാ വിമാനങ്ങളുടെ ഉപയോഗം നിർത്തുക. അതിൽ കൂടുതൽ വിശദീകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സൈന്യത്തിൻ്റെ ഗവേഷണ വിഭാഗത്തിൻ്റെ ഒരു റിപ്പോർട്ടും നാവികസേനയുടെ ഒരു രഹസ്യക്കുറിപ്പ് ചൂണ്ടിക്കാട്ടി അതിലിങ്ങനെ പറഞ്ഞിരുന്നു: DJIയുടെ ഉൽപ്പന്നങ്ങൾ സൈബർ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന ഒന്നാണ്. ഇതിനെക്കുറിച്ച് നല്ല ആശങ്കയുണ്ട്. നിർദ്ദേശം വളരെ കർശനമായിരുന്നു. സൈന്യത്തിലെ എല്ലാ വിഭാഗങ്ങളിലും DJI ഡ്രോണുകളുടെ ഉപയോഗം ഉടൻ നിർത്തണം. ഫോണുകളിൽ നിന്ന് DJI ആപ്പുകൾ നീക്കം ചെയ്യണം. ഡ്രോണുകളിൽ നിന്ന് ബാറ്ററിയും മെമ്മറി കാർഡ് ഊരി മാറ്റണം. തുടർ നിർദ്ദേശങ്ങൾ വരുന്നതുവരെ ആ ഉപകരണങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുക. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമെന്ന് അവകാശപ്പെടുന്ന US ആർമിയോട് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നതും വില കുറഞ്ഞതും എളുപ്പത്തിൽ കിട്ടുന്നതുമായ ഒരു നിരീക്ഷണ ഡ്രോണിൻ്റെ കമ്പനിയെ ഒറ്റയടിക്ക് നിലത്തിറക്കാൻ എന്തിനാണ് ഉത്തരവിട്ടത്? ഇവ സൈന്യം പ്രത്യേകം നിർമ്മിച്ച പ്രഡേറ്റർ, റീപ്പർ പോലെയുള്ള ഭീമൻ ഡ്രോണുകളെക്കുറിച്ചല്ല, പകരം കടകളിൽ നിന്ന് ആർക്കും വാങ്ങാൻ കിട്ടുന്ന സാധാരണ ഡ്രോണുകളെക്കുറിച്ചുള്ളതായിരുന്നു. വീടുകളുടെ വീഡിയോ എടുക്കാൻ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റുമാരും മനോഹരമായ കാഴ്ചകൾ പകർത്താൻ യൂട്യൂബർമാരും ഉപയോഗിക്കുന്ന അതേ വെളുത്ത ക്വാഡ് കോപ്റ്ററുകൾ. വർഷങ്ങളായി ലോകം മുഴുവൻ പുതിയ കണ്ടുപിടുത്തങ്ങളുടെ പ്രതീകമായിട്ടാണ് DJIയെ കണ്ടിരുന്നത്. കോൾഡ് വാറിന് ശേഷം അതിരുകളില്ലാത്ത കച്ചവടം സാധ്യമാക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ മാറിയപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം. എന്നാൽ ആ ഓഗസ്റ്റ് ദിവസം ഒരു വെടി പോലും പൊട്ടാതെ ഒരു കമ്പനിയുടെ പേരിന് പുതിയൊരു അർത്ഥം വന്നു. അതൊരു കച്ചവട സ്ഥാപനം എന്നതിലുപരി ഒരു ചാര കമ്പനിയായിട്ട് മാറി. 2001 ലോക വ്യാപാര സംഘടനയിൽ അംഗമായ ചൈനയെ ലോകം കണ്ടതൊരു ഭീമൻ ഫാക്ടറി ആയിട്ടാണ്. കൃത്യമായിട്ടും കാര്യമായിട്ടും ഒന്നും കണ്ടുപിടിക്കാൻ സ്വന്തമായിട്ട് കഴിയാത്ത, എന്നാൽ അഭൂതപൂർവമായ ജനസംഖ്യ ഉള്ളതുകൊണ്ട് കുറഞ്ഞ ചെലവിൽ എന്ത് നിർമ്മിക്കാൻ കഴിയുന്നൊരു ഫാക്ടറി. സ്വന്തമായി വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ ശേഷിയില്ലാത്തതുകൊണ്ട് അതിനെ വളരെ വലിയൊരു ശക്തിയായിട്ട് കാണേണ്ട കാര്യമില്ല എന്ന് അന്നത്തെ ഒരു വൻ ശക്തിയായ അമേരിക്കയ്ക്ക് തോന്നി. അതുകൊണ്ട് അവർക്ക് അതൊരു തലവേദനയായിരുന്നില്ല. പക്ഷേ പശ്ചിമേഷ്യയിലെ ഭീകരവാദവും യൂറോപ്യൻ പ്രശ്നങ്ങളും ഒക്കെയായിരുന്നു അന്ന് അവരെ അലട്ടിയിരുന്നത്. ചൈനയിൽ നിന്നൊരു സാങ്കേതിക മത്സരം തന്നെ അമേരിക്കയുടെ ചിന്തയിലേ ഉണ്ടായിരുന്നില്ല. ഈ ലോകത്തേക്കാണ് ഡ്രോൺ എന്ന ആശയം സൈനിക ആവശ്യങ്ങളിൽ നിന്ന് സാധാരണക്കാരുടെ കൈകളിലേക്ക് എത്തുന്നത്. തുടക്കത്തിൽ ഇത് ചിലരുടെ ഒരു ഹോബി മാത്രമായിരുന്നു. റേഡിയോ കൺട്രോൾ വിമാനങ്ങളിൽ താല്പര്യമുള്ളവർ ഒരുപാട് പണവും സമയവും ഒക്കെ ചെലവഴിച്ച് പല ഭാഗങ്ങൾ കൂട്ടിയോജിപ്പിച്ച് പറക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ സ്ഥിരതയോടെ പറക്കുന്ന, എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു ക്യാമറ അപ്പോഴും അതിൽ ഘടിപ്പിക്കാൻ പറ്റുമായിരുന്നില്ല. ഈ ശാന്തമായ സാഹചര്യത്തിലേക്കാണ് DJI ഒരു കൊടുങ്കാറ്റായിട്ട് വരുന്നത്. ഇതൊരു മികച്ച ഉൽപ്പന്നത്തിൻ്റെ മാത്രം കഥയൊന്നുമല്ല. ഓരോ സാങ്കേതിക വിദ്യയും പടിപടിയായി മെച്ചപ്പെടുത്തിയതിൻ്റെയും വ്യക്തമായൊരു ലക്ഷ്യത്തിൻ്റെയും ആ ലക്ഷ്യത്തിലേക്ക് അതിവേഗം കുതിക്കാൻ സഹായിച്ചൊരു വ്യാവസായിക സാഹചര്യത്തിൻ്റെയും കഥയാണ്. DJI എങ്ങനെ പെൻറ്റഗണിൻ്റെ നോട്ടപ്പുള്ളിയായി എന്ന് മനസ്സിലാക്കാൻ അതിൻ്റെ തുടക്കം നമ്മൾ തിരയേണ്ടത് 2013 വിപണിയിലല്ല, മറിച്ച് 2006 ഒരു യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയുടെ ഹോസ്റ്റൽ മുറിയിലാണ്. DJIയുടെ സ്ഥാപകനായ ഫ്രാങ്ക് വാങ്. അദ്ദേഹം മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല. പകരം അതിബുദ്ധിമാനും താൻ ചെയ്യുന്ന ജോലിയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പണം സമ്പാദിക്കുക എന്നത് മാത്രമല്ല, മോഡൽ വിമാനങ്ങൾ ശരിയായി പറക്കാത്തതിലുള്ള കുട്ടിക്കാലത്തെ വിഷമത്തെ പരിഹരിക്കുക എന്നതുകൂടിയായിരുന്നു. അങ്ങനെ അന്നേ വരെ മാർക്കറ്റിൽ കിട്ടാത്തൊരു എഞ്ചിനീയറിംഗ് ഉൽപ്പന്നം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ശ്രമങ്ങൾ ആരംഭിക്കുന്നത്. തൻ്റെ കണ്ടുപിടുത്തം ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന് ഒരറിവും ഉണ്ടായിരുന്നില്ല. ഇതിലടുത്ത കഥാപാത്രം വാങ് സ്ഥാപിച്ച DJI എന്ന് പറയുന്ന കമ്പനിയാണ്. വാങ്ങിൻ്റെ ആശയങ്ങളെ അതേപടി ഉൾക്കൊണ്ടുകൊണ്ട് ലക്ഷ്യം സാങ്കേതിക വിദ്യയിലും കച്ചവടത്തിലും ഒന്നാമനാവുക എന്നതിലേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഡ്രോണിന് വേണ്ടി എല്ലാ ഭാഗങ്ങളും മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായി നിർമ്മിക്കുന്ന രീതിയായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ശക്തി. ഇത് യൂസേഴ്സിന് ഇൻറ്ററപ്ഷൻസ് ഇല്ലാതെ വിശ്വസനീയമായ രീതിയിലുള്ള അനുഭവങ്ങൾ നൽകി. ചൈനയിലെ ഷെൻസെൻ നഗരത്തിൽ പ്രവർത്തിച്ചതാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി. എന്നാൽ അവരുടെ ബലഹീനത എന്താണെന്നാൽ അതൊരു ചൈനീസ് കമ്പനിയായിരുന്നു എന്നുള്ളതാണ്. ലോകം ചൈനീസ് കമ്പനികളെ സംശയത്തോടെ കാണാൻ തുടങ്ങിയ സമയത്ത് അതൊരു വലിയ പ്രശ്നമായി മാറി. അമേരിക്കയിലെ പല സർക്കാർ വകുപ്പുകളും DJI ഡ്രോണുകളെ വളരെ ഉപയോഗപ്രദമാണെന്ന് കണ്ട് സന്തോഷത്തോടെ വാങ്ങി ഉപയോഗിച്ചിരുന്നു. എന്നാൽ പെൻറ്റഗൺ, ഹോംലാൻഡ് സെക്യൂരിറ്റി പോലെയുള്ള സുരക്ഷാ ഏജൻസികൾക്ക് വലിയ ആശങ്കകളുണ്ടായിരുന്നു. ഒന്ന്,
DJI ഡ്രോണുകൾ വഴി വിവരങ്ങൾ ചൈനയിലേക്ക് ചോരുമോ എന്നുള്ള ഭയം. 2. ചൈന സാങ്കേതിക വിദ്യയിൽ അമേരിക്കയെ മറികടക്കുമോ എന്നുള്ള ഭയം കൊണ്ട് അതിനെ തടയുക എന്ന ലക്ഷ്യം. അവരുടെ കയ്യിൽ വലിയ അധികാരം ഉണ്ടായിരുന്നു. എന്നാൽ DJIക്ക് പകരം വയ്ക്കാൻ തക്ക ഒരു അമേരിക്കൻ ഡ്രോൺ കമ്പനി ഇല്ലായിരുന്നു. DJIയുടെ അമേരിക്കൻ എതിരാളികളായിരുന്നു 3D റോബോട്ടിക്സും ഗോപ്രോയും. 3D റോബോട്ടിക്സ് എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഓപ്പൺ സോഴ്സ് മാതൃകയാണ് സ്വീകരിച്ചത്. എന്നാൽ പല കമ്പനികളുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ അവരുടെ ഡ്രോണിന് DJIയുടെ പൂർണ്ണമായും സ്വന്തമായി വികസിപ്പിച്ച ഡ്രോണിൻ്റെ അത്ര മികവോ വിശ്വാസയോഗ്യതയോ തരാൻ കഴിഞ്ഞില്ല. ഗോപ്രോ ആകട്ടെ ഒരു ക്യാമറ കമ്പനിയായിരുന്നു. അവർ ഡ്രോണിനെ കണ്ടത് തങ്ങളുടെ ക്യാമറ ഘടിപ്പിക്കാനുള്ള ഒരു പറക്കുന്ന ഉപകരണം മാത്രമായിട്ടാണ്. അവർ നല്ലൊരു ക്യാമറയെ പറപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ DJI നല്ലൊരു പറക്കുന്ന റോബോട്ടിന് ക്യാമറ നൽകാൻ ശ്രമിച്ചു. ഈ കാഴ്ചപ്പാടിലെ വ്യത്യാസം തന്നെയായിരുന്നു അവരുടെ പരാജയ കാരണവും. DJIയുടെ കഥ തുടങ്ങുന്നത് ഒരു പൂർണ്ണമായിട്ടുള്ള ഡ്രോണിൽ നിന്നല്ല. ഫ്രാങ്ക് വാങ് കമ്പനി തുടങ്ങിയ ശേഷം ഷെൻസെനിലെ ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു പ്രവർത്തനം. അവരുടെ ആദ്യത്തെ ഉൽപ്പന്നങ്ങൾ റിമോട്ട് കൺട്രോൾ ഹെലികോപ്റ്ററുകൾക്ക് സ്ഥിരത നൽകുന്ന ഫ്ലൈറ്റ് കൺട്രോളറുകളായിരുന്നു. ലോകമെമ്പാടുമുള്ളൊരു ചെറിയ കൂട്ടം ആളുകൾക്ക് ആയിരക്കണക്കിന് ഡോളറിനാണ് അവരിത് വിറ്റത്. ഈ സമയത്ത് തങ്ങളുടെ ഭാവി സാമ്രാജ്യത്തിൻ്റെ അടിത്തറയായിട്ടുള്ള അൽഗോരിതങ്ങൾ അവർ നിരന്തരം വികസിപ്പിച്ചുകൊണ്ടിരുന്നു. അതായത് ശരീരം നിർമ്മിക്കുന്നതിന് മുമ്പ് അവർ തലച്ചോറ് നിർമ്മിക്കുകയായിരുന്നു. 2013 ആയപ്പോഴേക്ക് ആളുകൾക്ക് വേണ്ടത് സങ്കീർണമായ ഭാഗങ്ങളല്ല, പകരം പറപ്പിക്കാൻ എളുപ്പമുള്ളൊരു റെഡി ടു ഫ്ലൈ ഉപകരണമാണെന്ന് അവർ മനസ്സിലാക്കി. ഇതിൽ നിന്നാണ് DJI ഫാൻറ്റം ജനിക്കുന്നത്. ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ലാതെ ബാഗ് തുറന്ന് വൃത്തിയോടുകൂടി വെളുത്ത ആകർഷകമായൊരു ഡ്രോൺ പുറത്തെടുത്ത് അതിനെ പറപ്പിക്കുന്നു. ആദ്യത്തെ മോഡലിൽ DJIയുടെ സ്വന്തം ക്യാമറ ഉണ്ടായിരുന്നില്ല. പകരം അന്ന് പ്രശസ്തമായിരുന്ന ഗോപ്രോ ആക്ഷൻ ക്യാമറ ഘടിപ്പിക്കാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. ഇതൊരു ബുദ്ധിപരമായിട്ടുള്ള നീക്കമായിരുന്നു. ഗോപ്രോയുടെ പ്രശസ്തി മുതലെടുത്ത് അവർ തങ്ങളുടെ ഡ്രോൺ വിൽക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ ആളുകൾ ഡ്രോണുകൾ വാങ്ങിക്കൂട്ടാനും തുടങ്ങി. യൂട്യൂബർമാർ ഫാൻറ്റം ഉപയോഗിച്ചെടുത്ത മനോഹരമായ ആകാശ ദൃശ്യങ്ങൾ കൊണ്ട് ഇൻ്റർനെറ്റ് നിറയാനും തുടങ്ങി. ഈ വിജയം DJIക്ക് കൂടുതൽ ഗവേഷണം നടത്താൻ പണം ഉണ്ടാക്കി കൊടുത്തു. 2014 അവർ ഫാൻറ്റം 2 വിഷൻ പ്ലസ് പുറത്തിറക്കി. അതിൽ DJIയുടെ സ്വന്തം ക്യാമറയും വീഡിയോ ഒട്ടും വിറയ്ക്കാതെ എടുക്കാൻ കഴിയുന്ന ഗിംബൽ സംവിധാനവും ഉണ്ടായിരുന്നു. ഇതോടെ DJIക്ക് ഗോപ്രോയുടെ ആവശ്യമില്ലാതെയായി. അവർ ഗോപ്രോയെ പുതിയൊരു എതിരാളിയാക്കി മാറ്റി. 2014 മുതൽ 2016 വരെ DJIയുടെ എതിരാളികൾക്ക് കഷ്ടകാലമായിരുന്നു. 3D റോബോട്ടിക്സിന് കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നഷ്ടപ്പെട്ട് വിപണിയിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. ഗോപ്രോയുടെ കാർമ ഡ്രോൺ ആകട്ടെ പറക്കുന്നതിനിടയിൽ നിലത്ത് വീഴാൻ തുടങ്ങിയപ്പോൾ കമ്പനിക്ക് തിരിച്ചു വിളിക്കേണ്ടി വന്നു. അതായത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ അവസാനിച്ചിരുന്നു. DJI ലോക ഡ്രോൺ വിപണിയുടെ 70% കൈയടക്കാൻ തുടങ്ങി. ഇത് വില കുറച്ചോ കോപ്പി അടിച്ചോ അധികാരം ഉപയോഗിച്ചോ നേടിയ വിജയമായിരുന്നില്ല. അനാവശ്യമായ സാമ്പത്തിക സാങ്ഷനുകളും ചൈന മറ്റ് കമ്പനികൾക്ക് കൊടുത്തതുമില്ല. മറിച്ച് സാങ്കേതിക മികവ് കൊണ്ട് മാത്രമുള്ള വിജയമായിരുന്നു. DJI ഡ്രോണുകൾ പലതരത്തിലുണ്ട്. ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഏറ്റവും പ്രശസ്തമായത് മാവിക് എന്ന് പറയുന്ന സീരീസാണ്. ഇത് മടക്കി വെച്ചൊരു ചെറിയ ബാഗിൽ കൊണ്ടു നടക്കാൻ പറ്റും. എന്നാൽ വളരെ മികച്ച ക്യാമറയുണ്ട്. അതിനാൽ യാത്രക്കാർക്കും യൂട്യൂബർമാർക്കും ഇത് വളരെ പ്രിയപ്പെട്ടതാണ്. തുടക്കക്കാർക്ക് സാധാരണ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന സീരീസാണ് മിനി. ഇത് വളരെ ചെറുതും ഭാരം കുറഞ്ഞതും ഉപയോഗിക്കാൻ വളരെ എളുപ്പവുമാണ്. സിനിമയൊക്കെ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്നത് ഇൻസ്പയർ പോലുള്ള വലിയ പ്രൊഫഷണൽ ഡ്രോണുകളും റേസിംഗ് അനുഭവം നൽകുന്ന FPV ഡ്രോണുകളും DJI നിർമ്മിക്കുന്നുണ്ട്. എന്നാൽ ഈ ഡ്രോണുകളെല്ലാം എങ്ങനെയാണ് ഇത്ര കൃത്യതയോടെയും സ്ഥിരതയോടെയും പറക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അടിസ്ഥാനപരമായി 4 പ്രൊപ്പലറുകൾ അല്ലെങ്കിൽ കറങ്ങുന്ന മോട്ടറുകളാണ് അതിനെ ഉയർത്തുന്നത്. അതിലുള്ള പങ്ക അല്ലെങ്കിൽ അതിൻ്റെ ഫാനുകളാണ് ഇതിനെ ഉയർത്തുന്നത്. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ മാന്ത്രിക വിദ്യ അതിൻ്റെ അകത്തുള്ള ചെറിയ കമ്പ്യൂട്ടറാണ്. ഡ്രോണിലുള്ള ഗൈറോസ്കോപ്പ് അഥവാ ചരിവ് മനസ്സിലാക്കുന്ന യന്ത്രം, GPS ഉപയോഗിച്ചുകൊണ്ട് സ്ഥാനം മനസ്സിലാക്കൽ പോലെയുള്ള ഒരുപാട് സെൻസറുകളിൽ നിന്ന് ഓരോ സെക്കൻഡിലും 100 കണക്കിന് തവണ വിവരങ്ങൾ ശേഖരിക്കുകയും കാറ്റടിക്കുമ്പോഴോ മറ്റോ ഉണ്ടാകുന്ന ചെറിയ ചരിവുകൾ പോലും ഈ സെൻസറുകൾ തിരിച്ചറിയുകയും അതിനനുസരിച്ച് പ്രൊപ്പലറുകളുടെ വേഗതയും മറ്റും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ട് ഡ്രോണിനെ സ്റ്റേബിളായിട്ട് നിലനിർത്താൻ ഇതിൻ്റെ CPU അല്ലെങ്കിൽ ഇതിൻ്റെ മെയിൻ തലച്ചോറ് നിർദ്ദേശം നൽകുന്നു. മുന്നോട്ടും പിന്നോട്ടും ഒക്കെ പോകാനും ക്യാമറകൾ ഉപയോഗിച്ച് തടസ്സങ്ങൾ തിരിച്ചറിഞ്ഞ് അപകടങ്ങൾ ഒഴിവാക്കാനും ഈ ഒരു കമ്പ്യൂട്ടറാണ് ഡ്രോണിനകത്തിരുന്ന് സഹായിക്കുന്നത്. ചുരുക്കത്തിൽ മനുഷ്യൻ്റെ സഹായമില്ലാതെ സ്വയം ബാലൻസ് ചെയ്ത് പറക്കാനുള്ള ഈ കഴിവാണ് ഡ്രോണുകളുടെ വിജയരഹസ്യം. DJI വിപണിയുടെ മുകളിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ചുറ്റുമുള്ള ലോകം മാറുകയായിരുന്നു. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻ്റായതോടെ ചൈനയോടുള്ള സമീപനത്തിൽ വലിയ മാറ്റം വന്നു. ഈ സാഹചര്യത്തിലാണ് 2017 സൈന്യത്തിൻ്റെ ഉത്തരവ് വരുന്നത്. അതോടെ DJI ഒരു ദേശീയ സുരക്ഷാ ഭീഷണിയായി ചർച്ച ചെയ്യപ്പെട്ടു. പ്രധാന ആരോപണം ഇതായിരുന്നു: DJI ഡ്രോണുകൾ ശേഖരിക്കുന്ന തന്ത്രപ്രധാനമായ വിവരങ്ങൾ, അതായത് ഫ്ലൈറ്റ് ലോഗുകൾ, നിർണായക സ്ഥലങ്ങളുടെ വീഡിയോകൾ എന്നിവ രഹസ്യമായി ചൈനയിലെ സെർവറുകളിലേക്ക് അയക്കുന്നുണ്ട് എന്നും ചൈനീസ് സർക്കാർ അത് ഉപയോഗിക്കുന്നു എന്നുള്ളതുമായിരുന്നു ആരോപണം.
DJI ഈ ആരോപണങ്ങളെ ശക്തമായി എതിർത്തു എന്ന് മാത്രമല്ല, അവർ അമേരിക്കൻ സുരക്ഷാ കമ്പനികളെ കൊണ്ട് ഓഡിറ്റ് നടത്തിക്കുകയും അവരുടെ സകല സംവിധാനങ്ങളും പരിശോധിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഡാറ്റ ചോർച്ചയുടെ ഒരു തെളിവും അമേരിക്കയ്ക്ക് കണ്ടെത്താനായില്ല. ഡ്രോൺ ഇൻ്റർനെറ്റുമായി ബന്ധപ്പെടുന്നത് പൂർണ്ണമായി തടയുന്ന ലോക്കൽ ഡാറ്റ മോഡ് അവർ അവതരിപ്പിക്കുക വരെ ചെയ്തു. എന്നിട്ടും ആർക്കും വിശ്വാസം വന്നില്ല. തെളിവില്ല എന്നതിനർത്ഥം ഭീഷണിയില്ല എന്നല്ല. അതായിരുന്നു അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിലപാട്. ഈ സമ്മർദ്ദം 2020 ഡിസംബറിൽ ഉച്ചസ്ഥായിയിലെത്തി. US വാണിജ്യ വകുപ്പ് DJIയെ ഔദ്യോഗികമായി ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. ഇതോടെ അമേരിക്കൻ കമ്പനികൾക്ക് DJIയുടെ സാങ്കേതിക വിദ്യ വിൽക്കുന്നതിൽ കർശന നിയന്ത്രണം വന്നു. അമേരിക്കൻ സർക്കാരിൻ്റെ കണ്ണിൽ DJI ഇപ്പോൾ ഒരു ശത്രു രാജ്യത്തിൻ്റെ ഭാഗമാണ്. അമേരിക്കയിൽ മാത്രമല്ല DJIക്ക് വെല്ലുവിളികൾ നേരിടേണ്ടി വന്നത്, ഇന്ത്യയിലും സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യൻ സർക്കാർ വിദേശ നിർമ്മിത ഡ്രോണുകളുടെ ഇറക്കുമതി നിരോധിച്ചു. ഇതിൻ്റെ പ്രധാന കാരണം സുരക്ഷാ ഭീഷണിയല്ല, മറിച്ച് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ ഡ്രോൺ നിർമ്മാതാക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു. ഈ നിയമം വന്നതോടെ DJI ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് ഔദ്യോഗികമായി ഇറക്കുമതി ചെയ്യാൻ കഴിയാതെ വന്നു. എന്നാൽ ഇതിലൊരു വിചിത്രമായ കാര്യമുണ്ട്. ഡ്രോണുകൾക്ക് മാത്രമേ നിരോധനമുള്ളൂ. DJIയുടെ മറ്റുൽപ്പന്നങ്ങളായ റോണിൻ, ഓസ്മോ പോലുള്ള ക്യാമറ ഗിംബലുകൾ ഒരു പ്രശ്നവുമില്ലാതെ ഇവിടെ വിൽക്കുന്നുണ്ട്. ആമസോണിലും മറ്റും നിങ്ങൾക്ക് അവരുടെ മൈക്കും മറ്റും എല്ലാം കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവരുടെ പല പ്രോഡക്റ്റുകളും, ഈവൻ DJIയുടെ ഡ്രോണുകളും ഉപയോഗിക്കുന്നവർ നമ്മുടെ രാജ്യത്തുണ്ട്. അതായത് ഇന്ത്യയുടെ നടപടി പ്രാഥമികമായി സാമ്പത്തിക സംരക്ഷണമാണ് എന്ന് ഒറ്റനോട്ടത്തിൽ കാണാം. എങ്കിലും ചൈനീസ് സാങ്കേതിക വിദ്യയോടുള്ള സുരക്ഷാ ആശങ്കകൾ നമുക്കിപ്പോഴും ഉണ്ട്. ഇങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ വിപണികളിലൊന്നായ ഇന്ത്യയിലും DJIക്ക് ഒരു തടസ്സം നേരിട്ടു. ഒരു വശത്ത് ലോകശക്തിയുടെ ഉപരോധം, മറുവശത്ത് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക നയങ്ങൾ. ഇതിനിടയ്ക്കാണ് DJI മറ്റൊരു യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടത്. 2022 ഫെബ്രുവരിയിൽ റഷ്യ ഉക്രൈനിൽ അധിനിവേശം നടത്തിയതോടെ യുദ്ധത്തിൻ്റെ രീതി തന്നെ മാറി. ഇരുപക്ഷവും ആയിരക്കണക്കിന് സാധാരണ ഡ്രോണുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതിലേറ്റവും കൂടുതൽ ഉപയോഗിച്ചത് DJIയുടെ മാവിക് സീരീസിൽപ്പെട്ട ഡ്രോണുകളാണ്. കടയിൽ നിന്ന് വാങ്ങിയ ഈ ഡ്രോണുകൾ നിരീക്ഷണത്തിനും പീരങ്കി ആക്രമണങ്ങൾക്ക് കൃത്യമായ സ്ഥാനം കാണിച്ചു കൊടുക്കാനും ചെറിയ ബോംബുകൾ ശത്രുക്കളുടെ മുകളിലിടാനും വരെ ഉപയോഗിച്ചു. കല്യാണ വീഡിയോ എടുക്കാൻ നിർമ്മിച്ച ഒരു ഉപകരണം യുദ്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമായി മാറി. ഇതോടെ DJI വളരെ വിഷമകരമായ ഒരു അവസ്ഥയിലായി. ഒടുവിൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ യുദ്ധത്തിൽ ഉപയോഗിക്കുന്നതിനുള്ള എതിർപ്പ് പ്രകടിപ്പിച്ച് 2022 ഏപ്രിലിൽ അവർ റഷ്യയിലും ഉക്രൈനിലും കച്ചവടം നിർത്തിവെച്ചു. പക്ഷേ അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. DJIയുടെ പേര് യുദ്ധകളത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. DJIയുടെ വളർച്ചയ്ക്ക് പിന്നിൽ പല കാരണങ്ങളുണ്ട്. ഒന്ന് ജിയോഗ്രഫിയാണ്. ഷെൻസൻ എന്ന നഗരം ലോകത്തിലെ ഏറ്റവും വലിയ ഹാർഡ്വെയർ നിർമ്മാണ കേന്ദ്രമാണ്. അവിടെ ഒരു ആശയം തോന്നിയാൽ മണിക്കൂറുകൾക്കുള്ളിൽ അതിൻ്റെ ഒന്നാമത്തെ മാതൃക നിർമ്മിക്കാൻ പറ്റും. ഈ വേഗതയാണ് DJIക്ക് മറ്റാർക്കുമില്ലാത്ത വളർച്ച നൽകിയത്. 2, സാമ്പത്തിക രീതി. അമേരിക്കൻ എതിരാളികൾ നിക്ഷേപകരിൽ നിന്ന് പണം വാങ്ങി ഹാർഡ്വെയറുകളുടെ നിർമ്മാണം പോലെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിച്ചപ്പോൾ DJI എല്ലാം സ്വന്തമായിട്ട് ചെയ്തു. ഞാൻ മുമ്പ് ചെയ്ത BYDയുമായിട്ട് നിങ്ങൾക്ക് ഇതിന് ചെറിയൊരു സാമ്യം തോന്നും. അങ്ങനെ സ്വന്തമായിട്ട് ഉൽപ്പന്നങ്ങളും പാർട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് കൂടുതൽ വിശ്വാസ്യതയും മികവുമുള്ള ഉപകരണം ഉണ്ടാക്കാൻ അവർക്ക് പറ്റി. മൂന്നാമത്തേത് അവരുടെ കൾച്ചറാണ്. DJIയിൽ ഉൽപ്പന്നത്തിനായിരുന്നു പ്രാധാന്യം, എന്നാൽ സിലിക്കൺ വാലിയിൽ സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമിനായിരുന്നു പ്രാധാന്യം. ഉപഭോക്താക്കൾക്ക് വേണ്ടത് കേടാവാത്തൊരു ഡ്രോൺ ആണെന്ന ലളിതമായ സത്യത്തിൽ സിലിക്കൺ വാലിക്കാർ മറന്നുപോയി. പിന്നെ മറ്റൊന്ന് വീഡിയോ വിറയ്ക്കാതെ എടുക്കാൻ സാധിക്കുന്ന ഗിംബൽ സംവിധാനമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് കിലോമീറ്ററുകൾ ദൂരെ നിന്നും ഡ്രോണിൽ നിന്നുള്ള ലൈവ് ഫൂട്ടേജുകൾ ഒരു ലേറ്റൻസിയും ഇല്ലാതെ കൃത്യമായിട്ട് മൊബൈലിലോ അല്ലെങ്കിൽ നമ്മുടെ RC റിമോട്ടിലോ ഒക്കെ തന്നെ എത്തി ഫീഡ് കാണാൻ കഴിയുന്ന OcuSync എന്ന് പറയുന്ന സവിശേഷമായൊരു കമ്മ്യൂണിക്കേഷൻ സംവിധാനം, ട്രാൻസ്മിഷൻ സംവിധാനം തന്നെ DJI ഉണ്ടാക്കിയെടുത്തു. തടസ്സങ്ങളെ തനിയെ തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുന്ന കമ്പ്യൂട്ടർ വിഷൻ പോലെയുള്ള പല സാങ്കേതിക വിദ്യകളും DJIയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നുണ്ട്. 2023 ആയപ്പോഴേക്കും DJIയുടെ ലോകമാകെ മാറിയിരുന്നു. കമ്പനി ഇപ്പോഴും അമേരിക്കയുടെ കരിമ്പട്ടികയിലാണ്. അമേരിക്കൻ സർക്കാർ ഏജൻസികൾക്ക് DJIയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയില്ല. ഇത് സ്കൈഡിയോ പോലെയുള്ള അമേരിക്കൻ ഡ്രോൺ കമ്പനികൾക്ക് വളരാനുള്ള അവസരമാണ്. എന്തായാലും DJIക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ സൈനിക ഉപയോഗത്തെ പരസ്യമായി തള്ളിപ്പറയാൻ നിർബന്ധിതരാകേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ പേരിനൊരു രാഷ്ട്രീയ നിറവും വന്നു. DJIയുടെ കഥ എന്ന് പറയുന്നത് ഒരു ഇന്നവേറ്റീവായിട്ടുള്ള കമ്പനിയുടെ മാത്രം കഥയല്ല. ഇത്തരത്തിലുള്ള സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന വളർച്ച രാജ്യങ്ങളുടെ പേരിലും രാജ്യങ്ങളും കമ്പനികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഉത്ഭവസ്ഥാനത്തിൻ്റെയും പേരിൽ പലപ്പോഴും ചേരികളായി മാറാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഹുവായി, ടിക്ടോക്ക് പോലെയുള്ള ചൈനീസ് കമ്പനികൾക്കെതിരെയുള്ള നടപടികൾ ഒരു മാതൃകയാണ്. ഏത് രാജ്യത്താണ് ഉണ്ടാകുന്നത് അവരുടെ ഗതികേടാണ് മറ്റ് രാജ്യങ്ങൾ ഏകപക്ഷീയമായിട്ട് അവരുടെ വിപണിയെ നിയന്ത്രിക്കുന്നത്. ലോകം ഇപ്പോൾ അമേരിക്കൻ ചേരി, ചൈനീസ് ചേരി എന്നിങ്ങനെ വിഭജിക്കപ്പെട്ടത് ഈ ഒരു പ്രശ്നങ്ങളുടെ വേഗത കൂട്ടിയിട്ടുണ്ട്. DJIയുടെ അവസാനത്തെ ചിത്രം ഒരേ സമയം മഹത്തരവും അതേസമയം സങ്കടവുമാണ്. തെളിഞ്ഞ ആകാശത്തൊരു മാവിക് ഡ്രോൺ ഉയരുന്നത് നിങ്ങൾ കാണുമ്പോൾ താഴെ ലോകത്തിൻ്റെ അതിമനോഹരമായ ദൃശ്യമാണ് പകർത്തുന്നത് എന്ന് നമുക്ക് തോന്നും.
എന്നാൽ സാങ്കേതിക വിദ്യയുടെ ഈ വിസ്മയം ഇന്ന് നോക്കുമ്പോൾ കഠിനാധ്വാനത്തിൻ്റെ മാത്രം ഫലമല്ല. ലോകത്തിലെ ഏറ്റവും മികച്ച ഉപകരണമായിട്ടത് നിശ്ചലമായി നിൽക്കുമ്പോൾ അതിനെ ഒരു അദൃശ്യമായ നിഴൽ പിന്തുടരുന്നുണ്ട്. നിലത്തുള്ള ചിലർക്കത് കലയുടെയും കച്ചവടത്തിൻ്റെയും ഉപകരണമാണ്. എന്നാൽ അധികാരത്തിലിരിക്കുന്ന മറ്റു ചിലർക്ക് അത് ചാരവൃത്തിയുടെ ഒരു സാധ്യതയാണ്. ഒരു എതിരാളിയുടെ ചാരവലയത്തിലെ ഒരു കണ്ണിയാണ്. ഉപകരണം ഒന്ന് തന്നെ, സാങ്കേതിക വിദ്യ ഒന്ന് തന്നെ, പക്ഷേ അത് ഒരേ സമയം രണ്ട് ലോകങ്ങളിൽ ജീവിക്കുന്നു. നമുക്ക് ആകാശത്ത് നിന്ന് പുതിയൊരു കാഴ്ച നൽകാൻ പുറപ്പെട്ട കമ്പനി അതിൽ വിജയിച്ചു. പക്ഷേ ആ പുതിയ കാഴ്ചയിൽ ലോകം മുമ്പത്തേക്കാൾ കൂടുതൽ വിഭജിക്കപ്പെട്ടതായി കാണപ്പെടുന്നു എന്ന് മാത്രം. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ.